കാട്ടാന ചവിട്ടിക്കൊന്ന എൽദോസ് വർഗീസ് കുട്ടമ്പുഴയുടെ തീരാ നോവായി. ചേലോട് പള്ളി സെമിത്തേരിയിൽ ഇനി അന്ത്യവിശ്രമം. മാർത്തോമാ സഭയിലെ പുരോഹിതർ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയ്ക്ക് 1:30 എൽദോസിന്റെ മൃതദേഹം ക്ണാച്ചേരിയിലെ വീട്ടിലെത്തിച്ചത്. പിന്നെ കണ്ടത് ഹൃദയഭേദകമായ നെഞ്ചു പിടയ്ക്കുന്ന കാഴ്ചകൾ. എൽദോസിന്റെ ചേതനയേറ്റ ശരീരം കണ്ട് മാതാപിതാക്കളും സഹോദരിയും അടക്കമുള്ളവർ പൊട്ടിക്കരഞ്ഞു. ഇത് കണ്ടുനിന്ന മറ്റുള്ളവരെയും ഈറനണിയിച്ചു. ദുഃഖമടക്കാൻ ഏവരും പാടുപെട്ടു. പിന്നാലെ മൃതദേഹം ഉരുളൻതണ്ണി മാർത്തോമാ പള്ളിയിലെത്തിച്ച പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തി. പ്രായമായ അച്ഛന്റെയും അമ്മയുടെയും ഏക ആശ്രയമാണ് ഇല്ലാതായത്. സോളാർ വേലികളും വഴിവിളക്കുകളും അടക്കമുള്ള കാര്യങ്ങൾ അധികാരികൾ ചെയ്യാത്തതാണ് എൽദോസിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കാട്ടാന ആക്രമണം രൂക്ഷമാകുമ്പോഴും വനം വകുപ്പ് നിഷ്ക്രിയത്വം തുടരുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഞങ്ങളൊക്കെ ഇവിടെ രാത്രി 12 മണിക്കും ഒക്കെ ഞങ്ങളിതിൽ സഞ്ചരിക്കാറുള്ള ആൾക്കാരാണ്. പല ആവശ്യങ്ങളായിട്ട് പോയിട്ട് വന്നിട്ട് വരാറുള്ള. പക്ഷേ ഇപ്പം ഒരു തരത്തിലും പകൽ പോലും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാട്ടാനയുടെ മാത്രമല്ല, അത് ഈ മൃഗങ്ങളുടെ അതിരൂക്ഷമായ ഒരു ശല്യമാണ്. കാരണം ഒരു സാധനവും ഇവിടെ നട്ടുപറിച്ച് തിന്നാവുന്ന ഒരു അവസ്ഥയില്ല. വെറുതെ മണ്ണുവാരി തിന്നേണ്ട അവസ്ഥയിലേക്ക് അവിടെ ജനങ്ങൾ പോകുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോതമംഗലം DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധം കനത്തതോടെ കാട്ടാന ശല്യത്തെ നേരിടാൻ കിടങ്ങ് കുഴിക്കുന്നതടക്കമുള്ള ജോലികൾ പ്രദേശത്ത് തുടങ്ങി. പ്രഖ്യാപിക്കപ്പെട്ട മുഴുവൻ ജോലികളും സമയബന്ധിതമായി ചെയ്യണമെന്നതാണ് ഏവരുടെയും ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.